എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ അന്ധമായ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മളെടുത്ത് നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരു ചേച്ചിയോട് ചോദിച്ച് അവരുടെ വീട്ടിൽ കാക്ക വന്ന് കൂട് കൂട്ടി. അപ്പോൾ തെക്ക് വശത്താണ് കൂട് കൂട്ടിയത്. അപ്പം വീടിൻ്റെ അടുത്തും ഈ പരിസരത്തുള്ളവരൊക്കെ ചെന്ന് പറഞ്ഞ് തെക്ക് വശത്ത് കാക്ക കൂട് കൂട്ടുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർക്ക് ഈ പറഞ്ഞ മരണങ്ങളും ഈ പറഞ്ഞ അപകടങ്ങളും ദോഷങ്ങളുമാണ് ഫലം എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികം ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് അത് പറയുമ്പോഴത്തേക്ക് ആ ഒരു അവരുടെ മൈൻഡിൽ ആ ഒരു പേടി ഉണ്ടാകും. അപ്പം ആ ഒരു കുടുംബത്തെ എന്തെങ്കിലും ഒരു അനർത്ഥം നടക്കുമ്പോഴത്തേക്ക് കാക്ക കൂട് കൂട്ടിയതാണെന്ന് പറയും. അങ്ങനെ ആ ചേച്ചി എന്ത് ചെയ്ത് അടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരി അടുത്ത് പോയി ചോദിച്ചു. പൂജാരി പറഞ്ഞ് ഭയങ്കര ദോഷമാണ്. പൂജാരി കുറെ ചാർത്തൊക്കെ എഴുതി കൊടുത്ത് അവിടെ വഴിപാടൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാക്ക കൂടുകൂട്ടിയത് അങ്ങനെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ജോത്സ്യൻ്റെ അടുത്ത് നിന്ന്, അപ്പോൾ ജോത്സ്യം പറഞ്ഞ് ഇത് ഭയങ്കര ദോഷമാണ്. പുള്ളി ക്ഷേത്രത്തിലൊക്കെ 12 പാത്രം ഗുരുതി എഴുതി കൊടുത്ത് നമ്മളെ ഈ ഡോക്ടർമാർ ഗുളിക തരുന്ന പോലെ തന്നെ 7 ആഴ്ച അത് ചെയ്യും. അവിടെ ഇരിക്കുന്ന ശാന്തിക്കാരൻ കറക്റ്റായിട്ട് ചെയ്തില്ല. അതും ഒത്തിരി വഴിപാട്. അപ്പോൾ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കേണ്ടത്, ഇപ്പോൾ അവരുടെ വീടെന്ന് പറയുമ്പോഴത്തേക്ക് തെക്ക് ഭാഗത്തൊരു പുളിമരം നിൽപ്പുണ്ട്. ആ ഒരു ലൊക്കാലിറ്റിയിൽ, അതായത് ആ ഒരു കോളനിയിൽ ഇവരുടെ വീട്ടിൽ മാത്രം മരമുള്ളൂ. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ ഇല്ലെങ്കിൽ മുട്ടയിട്ട് വിരിയിക്കുക, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ കാക്കകൾക്ക് പക്ഷിശാസ്ത്രം എന്ന് പറയുന്നൊരു ശാസ്ത്രമുണ്ട്. അതിനകത്ത് അതായത് കാകൻ ഉദ്ദേശിക്കുന്നത് ശനിദേവന്റെ വാഹനമാണ് കാക്ക. ശനീശ്വര ഭഗവാന്റെ വാഹനമാണ് കാക്ക. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് നമ്മളെ ഈ മരിച്ചുപോയൊരു കാക്കയായിട്ട് വന്നിട്ടാണ് ഈ പറയുന്ന ആഹാര സാധനങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കാക്കയും കർത്തഭാവും യാതൊരു ബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാക്ക എന്ന് ഉദ്ദേശിക്കുന്നത് ശനീശ്വര ഭഗവാന്റെ വാഹനമാണ്. കാകൻ എന്നാണ് സംസ്കൃതത്തിൽ കാക്കയ്ക്ക് പറയുന്നത്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഈ പറയുന്ന കന്യാകുമാരിയിൽ ഒരു മരം മാത്രമേ കൂടി. അപ്പോൾ അവിടെ ഈ കൂട് കൂട്ടാൻ കാക്കയ്ക്ക് പറ്റും. അത് ദോഷമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ പലയിടത്ത് കൂടുകളൊക്കെ. അപ്പോൾ കാക്ക കൂട് കൂട്ടി അത് അതിൻ്റെ കുഞ്ഞിനെ വിരിയിച്ച് പരിപാലിച്ച് അത് പോവുകയാണ്. കഴിയുന്നത് നമുക്ക് അതിന് ആഹാരം കൊടുത്ത് നമ്മളതിനെ പരിപാലിക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എഴുന്നേക്കുന്നപ്പോൾ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്ന ഒരു പക്ഷിയും കൂടെയാണ് കാക്ക. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കാക്ക അവിടെ കൂട് കൂട്ടിയ സ്ഥിതിക്ക് അവരുടെ വീട്ടിൽ ഒരു അനർത്ഥവും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. കാരണം എന്താണ്, അവർ ഈശ്വരനെ വിളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കറക്റ്റായിട്ട് ഈശ്വരനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അവർ വിളിക്കുന്ന ഈശ്വരനെ അവർ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ആ ഒരു വിശ്വാസം നമ്മളുണ്ടാകണം. അപ്പം ഞാൻ ഈ ഒരു അറിവ് തന്നത്, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇതേപോലുള്ള ഒരു ഉദാഹരണങ്ങളും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഏത് ഈശ്വരനാണോ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നത്, ആ ഈശ്വരനെ തന്നെ മുറുക്കെ വിളിക്കുക. നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ സംഭവിച്ചാലും ഞാൻ വിളിക്കുന്ന ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്. ഈ ദോഷങ്ങളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാനില്ലെങ്കിൽ എൻ്റെ മുരുകനെ വിളിക്കുന്നത്, എനിക്ക് എൻ്റെ ദേവിയെ വിളിക്കുന്നത്, ദേവിയമ്മേനെ കാത്തോളും. ആ ഒരു വിശ്വാസവും സ്നേഹവും ഇപ്പോഴും ഈശ്വരനിൽ നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിയല്ല മുന്നോട്ട് പോകാൻ തന്നെ പറ്റും. അതാണ് ഈശ്വര കടാക്ഷം എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനിപ്പോൾ സുബ്രഹ്മണ്യ ഭക്തനാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒത്തിരി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്ന ഒരു ഇതാണ്. ഞാൻ മാസം മലയാളപ്പുഴ ചോറ്റാനിക്കരയൊക്കെ പോകും. അപ്പം എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ അടുത്ത് ഈ പറയുന്ന ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മറ്റിടത്ത് പോകുന്നത് എല്ലായിടത്തും ഓടിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ് മറ്റിടത്ത് പോകുന്നു, അവിടെ ഈശ്വര ചൈതന്യത്തെ കണ്ട് മടങ്ങി വരുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് സുബ്രഹ്മണ്യനെയാണ്. അതായത് ഈശ്വരനോട് കൂടി രൂപമുള്ള സുബ്രഹ്മണ്യനെയാണ് ഞാൻ ധ്യാനിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ സുബ്രഹ്മണ്യനോടാണ് പറയുന്നത്. എനിക്കെൻ്റെ മുഖം മാറ്റി. അപ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അതായതുള്ള വന്ദന സ്വാങ്ങളും കാര്യങ്ങൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളെന്ത് വേണം, ഈശ്വരനോട് സ്നേഹം വേണം. അപ്പോൾ കാക്ക അവിടെ കൂടുകൂടി മറ്റൊരു ആൾക്കാർ ദോഷമാണെന്ന് വരികിൽ നമ്മുടെ ഒരു വിശ്വാസം വെച്ചിട്ട് നമ്മളെന്ത് പറയണം, എൻ്റെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ഈശ്വരൻ നോക്കുക. അത് സാധാരണ രീതിയിൽ നമ്മൾ സയൻസ് പരമായിട്ടൊന്നും ചിന്തിക്കേണ്ട ദോഷമില്ല. കാരണം ഈ മരങ്ങളുള്ളിടത്താണ് ഈ പക്ഷികൾ കൂട് കൂട്ടത്തുള്ളൂ. അപ്പം തെക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കന്യാകുമാരി മൂലയിൽ ഗണപതി മൂലയിൽ നിന്നൊരു വിധിയുണ്ട്. സയൻസ് പരമായിട്ട് പറയുവാണെങ്കിൽ തെക്ക് പടിഞ്ഞാറാണ് കാറ്റടിക്കുന്നത്. അതാണ് തെക്ക് പടിഞ്ഞാറ് ബാത്റൂമിൽ വെക്കാത്തത്. കാരണം തെക്ക് പടിഞ്ഞാറ് വീടിൻ്റെ ബാത്റൂമിൽ വെക്കുകയാണെങ്കിൽ സയൻസ് പരമായിട്ട് അതിനകത്ത് ഒത്തിരി ഫംഗസ് ബാക്ടീരിയ കാര്യങ്ങളാണ് സയൻസ് പറയുന്നത്. പിന്നെ വിശ്വാസം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വിശ്വാസ രീതി വെച്ചിട്ട് കന്യാകുമാരി എപ്പോഴും ഗണപതി മൂലയാണ്. ഒരു കന്യാകുമാരി വീടിൻ്റെ എത്രത്തോളം ഐശ്വര്യമായിട്ട് ഇരിക്കുന്നു അത്രത്തോളം ഐശ്വര്യം ആ വീടിനുണ്ടാകും. നമ്മൾ ചെറിയ വീടുകളൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര ഐശ്വര്യമായിട്ട് ഇരിക്കുന്നത്. അത് കന്യാകുമാരിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കന്യാകുമാരി അവർ കാക്ക കൂടുന്നത് വെച്ചാൽ കാക്കയുടെ ഒരു ചിന്തകൾ നോക്കണ്ട, ആ ഒരു കന്യാകുമാരി പുളിമറി ഇരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയാക്കി വിടുക.
അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ കണക്കെടുക്കേണ്ട. കാക്ക കൂട് വെച്ച് കുഞ്ഞു പിരിച്ച് കുറച്ചിടല്ല, കാക്ക അവിടെ ആജീവനകാലം സ്ഥിരതാമസം ആക്കാൻ പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ തെറ്റായ വിശ്വാസങ്ങളൊക്കെ മാറ്റിപ്പിടിക്കുക, നല്ല നല്ല വിശ്വാസങ്ങളായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഈശ്വരൻ ആരും നമ്മളെ ശിക്ഷിക്കത്തൊന്നുമില്ല. നമ്മുടെ കർമ്മത്തിനുള്ള ഫലങ്ങളാണ് ഈശ്വരൻ തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.